ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ബാംഗ്ലൂരുള്ള പ്ലേ അരീന എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോവാം. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. എന്താ പറയുക, ഇങ്ങനെ കളിക്കാനുള്ളത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ കളിക്കാൻ പറ്റും കുറേ ഐറ്റംസ് അവിടെ ഉണ്ട്. കളിക്കാൻ പറ്റണ കുറേ കാര്യങ്ങളുണ്ട്. വലിയൊരു പ്ലേ ഗ്രൗണ്ട്, പിന്നെ ഇൻഡോർ ഗെയിംസ്, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇത് ഇൻഡോർ ഗെയിംസ് ആണ്. അവിടെ ബൗളിംഗ് ആണ് ഉദ്ദേശിച്ചിട്ട് പോയത് ഞങ്ങളവിടെ. പക്ഷേ അത് ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഞങ്ങൾ ഇത്തിരി നേരം വൈകി. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും അത് ഫുള്ളായി. ഒരു 9:30 വരെ അവിടെ ടിക്കറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇൻഡോർ ഗെയിം ആദ്യം നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയത്, പക്ഷേ അവിടെ ടിക്കറ്റ് കിട്ടിയില്ല. അപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അത് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വലിയൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ അങ്ങനെ കുട്ടികൾ ഫുട്ബോളും അങ്ങനത്തെ കുറേ കളികൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം കുട്ടികളുടെ കളികളൊക്കെ കണ്ടുകൊണ്ടിരുന്ന നല്ല രസമുണ്ട്. പിള്ളേരവിടെ കളിക്കണത് കാണാനൊക്കെ ആയിട്ട് നല്ല എന്താ പറയുക, നല്ല നേരം പോക്കെന്ന് പറയാം. നമുക്ക് കളിക്കാനും ഇങ്ങനെ അഡ്വഞ്ചർ ട്രിപ്പൊക്കെ അല്ല, ഇങ്ങനെ ഗെയിംസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ടൈമൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഒന്ന് പോവുക, കളിക്കുക. ഞങ്ങളധികം കളിയിലൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അത് മുമ്പ് തന്നെ എന്തൊക്കെയോ ബുക്ക്ഡാണ്. അപ്പോൾ എല്ലാത്തിലൊന്നും ഞങ്ങൾക്ക് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്വിമ്മിങ് ഏരിയ ഉണ്ട്. അപ്പോൾ അധികം അടുത്തേക്ക് പോയില്ല. അവിടെ കുറേ കുട്ടികൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പാടുമോ അറിയാത്ത കാരണം പിന്നെ അടുത്തേക്ക് പോയില്ല ആ സൈഡിൽ. അപ്പോൾ സ്വിമ്മിങ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ കുറച്ച് അവിടെ നിന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോന്നു. അപ്പോഴും അവിടെ പിള്ളേർ കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ആ വലിയൊരു പ്ലേ ഗ്രൗണ്ട് തൊട്ടിപ്പുറത്ത് തന്നെയാണ് സ്കേറ്റിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അവിടെ കുട്ടികളിങ്ങനെ വന്ന് പേരൻസൊക്കെ അതിൻ്റെ ഒപ്പം വന്ന് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ അവിടെ സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് കുറച്ച് നീങ്ങുമ്പോഴാണ് ഇങ്ങനെ എന്താ പറയുക, ക്ലൈമ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അതവിടെ അങ്ങനെ കയറാം. പക്ഷെ ആർക്കും അത്ര ധൈര്യമൊന്നും ഇല്ലാത്ത കാരണം കയറാനും ആ ഒരു ഇത് അഡ്വഞ്ചറിൻ്റെ ഒന്നും പോയില്ല ഞങ്ങൾ. അപ്പോൾ അവിടേക്ക് ഒന്ന് കാണുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. അപ്പോൾ ആങ്ങളെ അവിടെ ഉള്ളതുകൊണ്ട് അവൻ ഇടയ്ക്ക് അവിടേക്കൊക്കെ പോയി കളിക്കാനും അതിനൊക്കെ പോവാറുണ്ട്. അപ്പം ഞങ്ങൾ പിന്നെ വലിയ താല്പര്യമില്ലാത്ത കാരണം അതിലൊന്നും ക്ലൈംബ് ചെയ്യാൻ ഇതിലൊന്നും കയറാൻ പോയില്ല. പിന്നെ ഇഷ്ടമുള്ള കാര്യം എന്ന് ചെന്നപ്പോൾ അവിടെ ടിക്കറ്റ് ഫുള്ളായി. അപ്പോൾ അത് തന്നെ അവിടെ നിന്നൊക്കെ നടന്ന് അവിടെ അതേപോലെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഏരിയ ഒക്കെ ഉണ്ട് സൈഡിൽ. പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി നടക്കുമ്പോഴാണ് അവിടെ വലിയൊരു ഇത് ഇവിടെ ഇങ്ങനെ കണ്ട പ്ലേ അരീന എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതിൻ്റെ രണ്ട് ഭാഗത്തായിട്ടും ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ചെറിയ സ്നാക്കല്ല എന്നാലും അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒന്ന് ചെന്നിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ നടന്നൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങനെ ചെന്നിരുന്നു. അപ്പോൾ പിന്നെ കുറച്ചും കൂടി നീങ്ങുമ്പോഴാണ് ഇവിടെ ഓരോ സ്ഥലത്ത് ഓരോ കളികളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും പേരൊന്നും നമുക്ക് അറിയൊന്നുമില്ല കേട്ടോ. ഇതെന്താ ഗോ കാർട്ടിംഗ് എന്തൊക്കെയാണ് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുള്ള. അപ്പോൾ അധികം റിസ്ക് ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനൊന്നും പോയില്ല. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി മുന്നിലേക്ക് നടക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ട്. വലിയ അഡ്വഞ്ചറൊക്കെയാണ്. ദൈവമേ, ഇതൊന്നും നമുക്കൊന്നും പറ്റുമൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് അവൻ്റെ ഇത് കളിയൊക്കെ ഒരു തന്നെ ഇതിൽ കയറിക്കോടി നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മളൊന്നിലും കയറാം. പിന്നെ ഷൂട്ടിങ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോവാന്ന് വെച്ചാൽ അതൊക്കെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമ്മുടെ എൻട്രൻസിലാണ് ഇതിനൊക്കെ ഉള്ള ടിക്കറ്റ് എടുക്കണം നമുക്ക്. അപ്പോൾ പിന്നെ എടുക്കാനൊന്നും പോയൊന്നുമില്ല. ഇങ്ങനെ കളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ നട്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇങ്ങനെ ചെടികളും പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല. അതേപോലെ കളിക്കാൻ ഇതൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും കളിക്കാൻ പറ്റിയതാണ് അധികവും. അപ്പോൾ വീക്കെൻഡൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ആർച്ചറി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒരു സ്നാക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചീസ് കേക്ക് വാങ്ങി. പക്ഷേ ചീസ് കേക്ക് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ടേസ്റ്റൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും അത് ഇഷ്ടമായില്ല. പിന്നെന്താ, അപ്പം ഞങ്ങളിങ്ങോട്ട് നടന്നപ്പോഴാണ് ഒരു ആളിങ്ങനെ ഇതേപോലെ ക്ലൈംബ് ചെയ്യാൻ പോകണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അയാൾ എന്തൊരു സ്പീഡിലാണ് കയറി പോകണമെങ്കിൽ നമുക്കത് നോക്കുമ്പോൾ തോന്നുന്നു, ദൈവം ഇത്ര എളുപ്പമാണോ എന്ന് തോന്നും. ഇങ്ങനെ പെട്ടെന്ന് ആൾ ക്ലൈംബ് ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട്. അത് ഞങ്ങളവിടെ നിന്നപ്പോൾ അയാൾ 2 or 3 പ്രാവശ്യം ചെയ്യുന്നുണ്ടായിരുന്നു. സേഫാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, സേഫാണത്.
പക്ഷെ നമുക്ക് നോക്കുമ്പോൾ നല്ല എളുപ്പമാണെന്ന് തോന്നും. പെട്ടെന്ന് ഇങ്ങനെ കയറി പോകേണ്ട ആൾ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചെന്നിട്ട് എന്തോ ഒരു സാധനം പ്രസ് ചെയ്തിട്ട് ആൾ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ 2-3 പ്രാവശ്യം അയാൾ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ട് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് നടന്നു. അയാൾ നല്ല കൂളായിട്ട് താഴത്തേക്ക് ഇതേപോലെ തന്നെ വന്ന് കുറച്ച് നേരം കിടക്കും. എന്നിട്ട് വീണ്ടും അയാൾ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞങ്ങൾ എന്താ പറയുക, അവിടെ വല്ല കളികൾ വേറെ വല്ലതും കളിക്കാനുണ്ടോയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് തന്നെ പോയി. ഇപ്പോൾ ആകെ കൂടി ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിയത് ഇതിൽ മാത്രമാണ്. പിന്നെ മറ്റേ മക്കൾ 2 കൂടി VR അത് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് 2 കൂടി ഇരുന്നു. പക്ഷെ 2 ഒപ്പം ചെയ്യാൻ പറ്റിയില്ല. അവൾക്ക് തന്നെയാണ് അവർ ചെയ്തത്. അവർക്ക് ഇഷ്ടമാണ് ഈ ഗെയിം ഇങ്ങനെ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇങ്ങനെ ഇവർക്ക് കിട്ടിയതൊരു നമുക്ക് ആ സൈഡിലൊരു സ്ക്രീനിൽ കാണാം ഇവരെന്താ കാണണം എന്നുള്ളത്. പക്ഷെ അവർക്ക് വ്യത്യാസമുണ്ട്. നമ്മൾ കാണുന്ന പോലെ അല്ലല്ലോ അവർക്ക് ഇതിൽ VR നോക്കുമ്പോൾ. അപ്പോൾ അത് കുറച്ച് നേരം ഇവിടെ അത് നോക്കി നിന്നു. ഇങ്ങനെ എന്തോ ജംഗിൾ കാട്ടിൽ കൂടെ പോണ പോലത്തെയൊക്കെ ഇതായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം അവിടെ ചെയ്തിട്ട് അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ ഞാൻ എന്താ പറയുക, ഇങ്ങനത്തെ ഈ ഒരു കളിക്ക് ടിക്കറ്റ് എടുത്തിട്ട് കളിക്കാമെന്ന് വിചാരിച്ചു. അവിടെ എന്താ പറയുക, ബൗളിങ്ങിന് എന്താ ഒന്നിച്ചൊരു ടീം വന്നിട്ട് അവർ ടിക്കറ്റ് ഒന്നിച്ച് 9:30 വരെയാണ്ട് അവർക്ക് ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 9:30 വരെ ഒന്നും നമുക്കവിടെ നിൽക്കാൻ പറ്റാത്ത കാരണം ജസ്റ്റ് വെറുതെ ഒരു കളി കളിച്ചിട്ട് എൻ്റെ മുകളിൽ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളെ മുകളിലൊക്കെ ഒന്നും പോയില്ല, താഴെ മാത്രം ഇങ്ങനെ കളിച്ചിട്ടും കൂടി പോന്നു. അപ്പോൾ മാമനും മക്കളും അമ്മായിയൊക്കെ കൂടിയിട്ട് ഇത് കളിക്കാൻ നിന്നു. എന്നിട്ട് മാമനും മോളും ജയിച്ചത്. കുറച്ച് നേരമൊക്കെ കളി ഇങ്ങനെ ചെയ്ത് രസമാണ്. നമ്മൾ ഇങ്ങനെ അത്ര വലിയ കളിയൊന്നുമല്ല, എന്നാലും ഒരു നേരം പോക്കിൽ കളിക്കാൻ പറ്റിയൊരു കളി എന്നുള്ള രീതിയിൽ കുറച്ച് നേരമൊക്കെ കളിക്കാൻ നിന്നു. ഇങ്ങനെ തട്ടി കളിക്കേണ്ട എന്തോ ഒരു കളിയാണ്. അപ്പോൾ എന്നിട്ടിപ്പോൾ അവരുടെ ആഹ്ലാദ പ്രകടനം അവർ ജയിച്ചതിൻ്റെ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ പിള്ളേരെ കളികളൊക്കെ കഴിഞ്ഞപ്പോൾ വലിയൊരു ഇപ്പോൾ അവിടെ കളിക്കുകയാണ്, ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.